ഹലോ ഗൈസ്, ഞാനും ചേട്ടനും കൂടി പോണത് PSC എക്സാം എഴുതാനാണ്. വെളുപ്പിന് കഴിഞ്ഞിട്ട് പോയതുകൊണ്ട് പോണ വഴിക്ക് പൊറോട്ടയും കഴിച്ചാണ് ഞങ്ങൾ രണ്ടാളും പോയത്. പിന്നെ പോണ വഴിക്ക് വണ്ടിയിൽ പെട്രോൾ ഇല്ലാത്തതുകൊണ്ട് 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് നേരെ കോതങ്കലത്തേക്ക് വിട്ടു. അങ്ങനെ കോതങ്കലത്ത് എത്തിയിട്ട് വണ്ടിയും വെച്ച് നേരെ സ്റ്റാൻഡിൽ പോയിട്ട് ആലുവയ്ക്കുള്ള ബസ്സിൽ കയറ്റിട്ടുണ്ടായിരുന്നു. പതിവ് പോലെ ഒരു ഉറക്കം കഴിഞ്ഞപ്പോഴത്തേക്കും ആലുവ എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും. ഞങ്ങൾക്ക് രണ്ടാൾക്ക് രണ്ടിടത്ത് എക്സാം ആയതുകൊണ്ട് എനിക്ക് പോകാനുള്ള വണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. സ്ഥലം കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഇത്തവണ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ആലുവന്ന് 25 രൂപ ടിക്കറ്റാണ് നോർത്ത് പറവൂർ. അങ്ങനെ പറവൂർ എത്തി KSRTC ബസ് സ്റ്റാൻഡിൽ എനിക്ക് പോകാനുള്ള ബസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നേരെ ഒരു ഓട്ടോയും വിളിച്ചിട്ട് നേരെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. സ്റ്റാൻഡിൽ എത്തിയപ്പോൾ തന്നെ എനിക്ക് എക്സാമിന് നടക്കുന്ന അടുത്തേക്കുള്ള ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പോണ വഴിക്കാണെങ്കിൽ ഇതുപോലെ നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ അവസാനം ഞാൻ ബസ് ഇറങ്ങി നേരെ എക്സാം നടക്കുന്ന സ്കൂളിലേക്ക് നടന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോണ വഴിക്ക് കുറേ വഞ്ചൊക്കെ കിടക്കണം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അവസാനം നടന്ന് സ്കൂളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല രീതിക്ക് ജാതിച്ചുകൊണ്ട് തന്നെ ഞാൻ ഒരു കുപ്പി വെള്ളം മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വെള്ളം കുടിച്ച് നേരെ എക്സാമിന് കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1.5 മണിക്കൂറിൻ്റെ എക്സാം കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ബസ് സ്റ്റാൻഡിലേക്ക് നടന്നപ്പോഴത്തേക്കും തന്നെ പറവൂർക്കുള്ള ബസ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നും പഠിക്കാത്തതുകൊണ്ട് തന്നെ നല്ല പാടായിരുന്നു എക്സാം. അങ്ങനെ പറവൂരെത്തി നേരെ ഞാൻ ആലുവയ്ക്കും ബസ് കയറി. ആലുവ എത്തിയിട്ട് ചേട്ടൻ വരാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ റോസ് വെള്ളം മേടിച്ച് സ്റ്റാൻഡിലിരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് തിന്ന് കയറാനായപ്പോഴത്തേക്കും ചേട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പെരുമ്പാവൂർക്കുള്ള ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കയറിയപ്പോഴാണെങ്കിൽ ഇരിക്കാൻ സീറ്റേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പെരുമ്പാവൂർ എത്തിയപ്പോൾ നല്ല രീതിക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു കടയിൽ കയറി ചായയും ഒരു ഉഴുന്നുവടയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പോകാനുള്ള ബസ്സും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ കോതങ്കലത്ത് എത്തിയപ്പോഴത്തേക്കും നല്ല രീതിക്ക് ഇട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ബൈക്ക് എടുത്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. ബൈ ബൈ.